നമസ്കാരം. 24+ ജനഹിതം 2025. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് NDA സ്ഥാനാർത്ഥി ശ്രീ സതീഷ് ചന്ദ്രൻ മാസ്റ്ററാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഇവിടുത്തെ ജനങ്ങളുടെ റെസ്പോൺസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 5 വർഷമായി NDAയുടെ ഭരണസമിതി വളരെ നല്ല രീതിയിലുള്ള ഭരണമാണ് കാഴ്ചവെച്ചത്. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 5 വർഷത്തോളവും പ്രതിപക്ഷ സംഘടനകൾക്കോ അല്ലെ പ്രതിപക്ഷ കക്ഷികൾക്കോ ഒന്നും ഒരു സമരത്തിന് പോലും ഒരു അവസരം ഉണ്ടാക്കാതെ വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ പള്ളിക്കത്തോട് ടൗണിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം, പള്ളിക്കത്തോട് പഞ്ചായത്ത് എവിടാന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. ആ രീതിയിലാണ് പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് നല്ല രീതിയിൽ മോടി പിടിപ്പിച്ച് പഞ്ചായത്തിനൊരു നല്ല ഒരു ക്രെഡിബിലിറ്റി നമുക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നമുക്ക് വരുന്ന ജനങ്ങൾക്ക് ഒരു കംഫർട്ട് സ്റ്റേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ വഴിയിടം എന്ന പേരിൽ നമ്മൾ വന്നപ്പോൾ തന്നെ ആദ്യ പ്രോജക്റ്റായിട്ട് അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഏതാണ്ട് 100ഓളം പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഒരു വെയിറ്റിംഗ് ഷെഡ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടാക്കി. കാരണം അവിടെ വരുന്ന ജനങ്ങളെല്ലാം അവർ കടത്തിണ്ണയിലൊക്കെ പോയിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ധാരാളം സാധാരണക്കാരുടെ ആശ്രയമായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ഹാള്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഹാള് നവീകരിച്ച് വളരെ കുറഞ്ഞ തുകയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് അതിനെ നവീകരിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ സൻസദ് ആദർശ് ഗ്രാമയോജന എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതിയുണ്ട്, സാഗി എന്ന് പറയുന്ന. ആ പദ്ധതി എല്ലാ MP-മാരും ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. അതിൽ PT ഉഷ MP അവർകൾ നമ്മുടെ പഞ്ചായത്തിനെ ഏറ്റെടുക്കുകയും ഏതാണ്ട് 2 കോടി രൂപയുടെ അടുത്തുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നൽകി. നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു ആധുനിക സ്മാർട്ട് അംഗൻവാടി നമ്മുടെ പുറത്തെട്ടയിൽ 45 ലക്ഷം രൂപ ചെലവിൽ അതിന് അനുമതി നൽകുകയും അത് ഇപ്പോൾ ഒരു കമ്പനി ഒരു കരാറെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണങ്ങളൊക്കെ നടത്തണം. അതുപോലെ 60 ലക്ഷം രൂപയുടെ വൈദ്യുതി നമ്മുടെ ഒരു വിപ്ലവം തന്നെ രീതിയിൽ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ പുരോഗമിച്ചു കഴിഞ്ഞു. 15 ലക്ഷം രൂപയുടെ മിനി മാസ് ലൈറ്റുകൾ നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നമുക്ക് തന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ ദിവ്യാംഗരായിട്ടുള്ള ആളുകൾക്ക് 60 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് നമ്മൾ പഞ്ചായത്ത് വഴി നൽകിയത്. അത് പഞ്ചായത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെ പോലും ദിവ്യാംഗരായിട്ടുള്ള ആളുകൾക്ക് വലിയേറെ നമുക്ക് ഉപകാരം ചെയ്ത ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്, വലിയ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ CSR ഫണ്ട്. അപ്പോൾ CSR ഫണ്ട് വഴി നമുക്കൊരു ആംബുലൻസ്, ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ഒരു ആംബുലൻസ്. പിന്നെ നമുക്ക് ഒരു ഓപ്പൺ ജിമ്മ്, വയോജനങ്ങൾക്ക് പോയി അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഒരു ഓപ്പൺ ജിമ്മ്, കുട്ടികൾക്ക് ചിൽഡ്രൻസ് പാർക്ക്, അതുപോലെ പാലിയേറ്റീവിൻ്റെ ഉപകരണങ്ങൾ, നമ്മൾ കിടക്കകൾ, നമുക്ക് വാക്കർ, നമുക്ക് ബെഡ്, നമുക്ക് സാധാരണ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് 40 ലക്ഷം രൂപയുടെ പദ്ധതി നമുക്ക് കിട്ടി. അപ്പോൾ ഇതുവരെ ഇതുപോലെയുള്ള ധാരാളം പദ്ധതികൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. പ്രധാനമായും പറയേണ്ടത് ഈ പദ്ധതികളെല്ലാം വെച്ചുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഒരു വികസന രേഖ എല്ലാ ജനങ്ങൾക്കും എത്തിക്കുന്നതിനായിട്ട് അവസാനം വികസന സദസ്സ് നടത്തി വികസന രേഖ അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ മെമ്പർമാരും ഇത് ജനങ്ങളിൽ എത്തിക്കണമെന്നും പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ വികസന രേഖ ജനങ്ങളിൽ എത്തിയാൽ, എല്ലാ ജനങ്ങളുടെയും വീടുകളിൽ എത്തിയാൽ ഇത് വളരെ കൃത്യമായി ജനങ്ങൾക്കിത് മനസ്സിലാകും. എന്താണ് ഈ പഞ്ചായത്ത് ഈ 5 വർഷം ചെയ്തതെന്ന് ഏകദേശ രൂപം അവർക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഇവിടെ നടക്കുന്ന കള്ള പ്രചരണങ്ങളെല്ലാം കള്ളമാണെന്ന് തെളിയുകയും, അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ മെമ്പർമാരായിട്ടുള്ള ആളുകൾ ചിലരൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർ ജനങ്ങളിൽ ഇത് എത്തിച്ചിട്ടില്ല. ഇത് പഞ്ചായത്തിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ ഇത് ചോദിക്കണം, ഞങ്ങൾക്ക് ഉള്ള വികസന രേഖ എവിടെ, ഈ പഞ്ചായത്ത് ചെയ്ത കാര്യങ്ങൾ എവിടെ? അത് കൃത്യമായിട്ട് അറിയാനുള്ള അവകാശമുണ്ട് അവർക്ക്. അവർ വോട്ട് ചെയ്ത ജനപ്രതിനിധികളാണ് ഇവിടെ ഭരിക്കുന്നത്. അവർ 5 വർഷം എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ജനങ്ങളിൽ എത്തിക്കാനായിട്ടാണ് ഞങ്ങൾ വികസന രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. അത് ജനങ്ങളിൽ എത്തിക്കണം. അതിനിയാണെങ്കിലും മറ്റ് മെമ്പർമാർ ആരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാ വാർഡുകളിലും എല്ലാ ജനങ്ങൾക്കും അത് എത്തിക്കണം. അതിലൂടെ ജനങ്ങൾ നമ്മൾ 5 വർഷം ചെയ്ത കാര്യങ്ങൾ ഏകദേശം അവർക്ക് പൂർണ്ണമായും മനസ്സിലാകും. അതിൻ്റെ ഒരു 5 വർഷം കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പൂർണ്ണമായും ചില കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ഇപ്പം ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അതിൻ്റെ ഒരു പൂർണ്ണത കൈവരിക്കാൻ ഇപ്പം അരീക്കുഴി സ്റ്റേഡിയം നമ്മൾ വലിയൊരു പ്രോജക്റ്റാണ്. അതായത് കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സ്
രൂപീകരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞാൽ കരാർ എടുത്തിരിക്കുകയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇവിടെ നമ്മൾ ഉള്ളത് കൊണ്ടും നമുക്ക് നമ്മുടെ ഫയലുകളും നമ്മുടെ പേപ്പറുകളും മുന്നോട്ട് പോകാനായിട്ട് അവർ അനുവദിക്കത്തില്ല. സ്വാഭാവികം, അവരതിനകത്ത് രാഷ്ട്രീയം കാണിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സ്പീഡ് കുറയുന്നത്. പക്ഷേ നമുക്ക് അടുത്ത 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഭരിക്കാനൊരവസരം തന്നാൽ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് പള്ളിക്കത്തോടിനെ മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പള്ളിക്കത്തോട് പഞ്ചായത്തിൻ്റെ വികസന മുന്നേറ്റത്തിന്, അതുപോലെ തന്നെ 10ാം വാർഡ് ഇടത്തിനകം വാർഡിൻ്റെ വികസന മുന്നേറ്റത്തിന്, അതിൻ്റെ 2 പതിറ്റാണ്ടായി NDA മെമ്പറാണ് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത്. ഏതാണ്ട് 25 ഈ വർഷവും ഞാൻ ജയിക്കുകയാണെങ്കിൽ ഏതാണ്ട് 25 വർഷം പൂർത്തീകരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ഇടത്തിനകം വാർഡ്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും നാൾ ചെയ്തു തന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ, ഈ വാർഡിലെ ജനങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പദ്ധതികളിലും ഭാഗമാകാനും ഇദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.